ഇനി നമ്മൾ എട്ടാമത്തെ ചാപ്റ്റർ, മാത്സിലത്തെ എട്ടാമത്തെ ചാപ്റ്ററായ വർക്കിംഗ് വിത്ത് ഫ്രാക്ഷൻസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഫ്രാക്ഷൻസിനെ എങ്ങനെ ആഡ് ചെയ്യാം, സബ്ട്രാക്ഷൻ എങ്ങനെ ചെയ്യാം എന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഫ്രാക്ഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുക, എങ്ങനെയാണ് ഫ്രാക്ഷൻസിനെ ഡിവൈഡ് ചെയ്യുക, എങ്ങനെ ഫ്രാക്ഷൻസിനെ ഏറ്റവും ചെറുതാക്കാനായിട്ട് പറ്റും, പിന്നെ വേർഡ് പ്രോബ്ലംസ് എങ്ങനെ ഫ്രാക്ഷൻസ് ഉള്ള വേർഡ് പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാം, അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നോക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രാക്ഷൻസിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് പഠിക്കും. പിന്നെ നമ്മൾ പഠിക്കുക ഫ്രാക്ഷൻസിനെ ഏറ്റവും ചെറിയ രീതിയിലോട്ട് എങ്ങനെ മാറ്റാമെന്ന് നോക്കും. പിന്നെ ഫ്രാക്ഷൻസിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാമെന്ന് പഠിക്കും. പിന്നെ വേർഡ് പ്രോബ്ലംസ്, ഫ്രാക്ഷൻസ് ഉള്ള വേർഡ് പ്രോബ്ലംസ് നമ്മൾ ചെയ്യും. പിന്നെ ഫ്രാക്ഷണൽ റിലേഷൻസ് എന്താണെന്ന് നോക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫ്രാക്ഷൻസ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഫ്രാക്ഷൻസ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഒരു ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ന്യൂമറേറ്റർ ഉണ്ടാവും, ഒരു ഡിനോമിനേറ്റർ ഉണ്ടാവും. ഇപ്പം ഇവിടെ രണ്ട് ഫ്രാക്ഷൻസ് എ ബി സി ബൈ ഡി, ഇവരെ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞാൽ ഇൻറ്റു. ഓക്കെ, ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? ഇവിടെ ന്യൂമറേറ്റർ ഏതാണ്? ഇതാണ്. ഈ ഒരു ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ എ ആണ്, ഇതിൻ്റെ സി ആണ്. ഓക്കെ, അപ്പോൾ ഫ്രാക്ഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേപോലെ ഇൻറ്റു ചെയ്യാം. അപ്പോൾ എന്ത് വരും? എ ഇൻറ്റു സി മുകളിൽ വരും, താഴെ എന്ത് വരും? ബി ഇൻറ്റു ഡി എന്ന് വരും. ഓക്കെ, നമുക്കൊരു ഫ്രാക്ഷൻ ഒന്ന് എക്സാമ്പിൾ എടുത്ത് നോക്കാം. 1/2 ഇൻറ്റു 3/4. ഇതെങ്ങനെ ചെയ്യും? 3 ഇൻറ്റു 1 ആദ്യം ചെയ്യാം. എത്ര കിട്ടും? 3 എന്ന് കിട്ടും. 4 ഇൻറ്റു 2 എന്ത് ചെയ്താൽ എന്ത് കിട്ടും? 8 എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഫ്രാക്ഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ന്യൂമറേറ്റർ ഇൻറ്റു ചെയ്യാം, ഡിനോമിനേറ്റർ ഇൻറ്റു ചെയ്യാം. ന്യൂമറേറ്ററിൻ്റെ അവിടെ അത് കൊടുക്കുക, ഡിനോമിനേറ്ററിൻ്റെ അവിടെ ആ വാല്യൂ കൊടുക്കാം. ഇത്രയേ ഉള്ളൂ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ. ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ്, ഫ്രാക്ഷൻസിൻ്റെ റൂൾസ്, ഇതെല്ലാം ഡെവലപ്പ് ചെയ്തത് നമുക്ക് അഭിമാനപൂർവ്വം പറയാം നമ്മുടെ ഇന്ത്യയിലത്തെ ഒരു മാത്തമാറ്റീഷ്യനായ ബ്രഹ്മഗുപ്ത എന്ന് പറഞ്ഞ ആളായിരുന്നു. ഏകദേശം 2500 വർഷം മുമ്പ് ജീവിച്ച ആളായിരുന്നു ബ്രഹ്മഗുപ്ത എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ ബ്രഹ്മസ്ഫുട സിദ്ധാന്ത എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഈ ഫ്രാക്ഷൻസിൻ്റെ റൂൾസിനെ കുറിച്ചെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അറിവ് ഇന്ത്യയിൽ നിന്ന് അറേബ്യയിലോട്ടെത്തി, പിന്നെ അറേബ്യയിൽ നിന്ന് യൂറോപ്പിലോട്ട്, അങ്ങനെ ഈ ഒരു അറിവ് പല ആളുകളിലേക്കായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചു. ഓക്കെ, അപ്പോൾ വലിയൊരു കഥയുണ്ട് ഈ ഒരു ഫ്രാക്ഷൻസിൻ്റെ പിന്നിൽ. ഇപ്പോൾ ഏകദേശം 2500 വർഷം മുമ്പ് ആണ് ഈ ഫ്രാക്ഷൻസ് എല്ലാം ഉണ്ടായതല്ല കണ്ടുപിടിച്ചത്. ഓക്കെ, വളരെ സമയമെടുത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. ക്വസ്റ്റ്യൻ വായിച്ചു, മനസ്സിലായോ? ആരോണിനൊരു പെറ്റ് ഉണ്ടായിരുന്നു. അവൻ പെറ്റായിട്ട് വളർത്തിയത് എന്തായിരുന്നു? ഒരു ടോർട്ടോയ്സ് ആയിരുന്നു, ആമേനെ. അപ്പോൾ ആമ വളരെ പതുക്കിയല്ലേ പോവാം. ഓക്കെ, അപ്പോൾ ആ ആമയ്ക്ക് 1 മണിക്കൂറിൽ 1/4 കിലോമീറ്റർ, അപ്പോൾ 1/4 കിലോമീറ്ററാണത്. 1/4 കിലോമീറ്ററിൽ സഞ്ചരിക്കാൻ പറ്റും ആ ഒരു ആമയ്ക്ക്. എത്ര മണിക്കൂറിൽ? 1 മണിക്കൂറിൽ.
അപ്പോൾ 3 മണിക്കൂറിൽ എത്ര കിലോമീറ്റർ പോകാൻ പറ്റുമെന്നാണ് ക്വസ്റ്റ്യൻ. അത് വളരെ സിമ്പിളാണ് അല്ലേ? എന്ത് ചെയ്താൽ മതി? 3 മണിക്കൂറല്ലേ, 1 മണിക്കൂർ 1/4. അപ്പം അടുത്തൊരു മണിക്കൂർ എത്ര വരും? പിന്നെയും 1/4. പിന്നെ അടുത്തൊരു മണിക്കൂർ പിന്നെയും 1/4. അങ്ങനെയല്ലേ വരിക? അപ്പോൾ 1/4. എത്ര 1/4 ഉണ്ട്? 3 എണ്ണം ഉണ്ട്. 3 × 1/4 എന്ന് ചെയ്തൂടെ? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 1/4നെ 3 വട്ടം ആഡ് ചെയ്യാം. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഫ്രാക്ഷൻസിനെ ആഡ് ചെയ്യാമെന്ന് അല്ലേ? 1/4 + 1/4 + 1/4. ഇവിടെ അടിയിലത്തെ ഡിനോമിനേറ്റർ ഏതാണ്? എല്ലാ ഫ്രാക്ഷൻസിനും ഇവിടെ ഡിനോമിനേറ്റർ എന്ത് തന്നെയാണ് വരുന്നത്? 4 തന്നെയാണ് വരുന്നത്. അപ്പം എനിക്ക് എന്തെഴുതാം? 4 അടിയിൽ എഴുതാം. ഇനി എന്ത് ചെയ്യുക? മുകളിൽ ന്യൂമറേറ്റർ എല്ലാം എന്താണ്? 1 ആണ്. അപ്പോൾ ഈ 3 1ഉം തമ്മിൽ കൂട്ടാം. 1 + 1 + 1 എന്ത് വരും? 3 എന്ന് കിട്ടും. അതായത് 3/4 എന്നാണ് കിട്ടുക. ഇനി ആഡ് ചെയ്യണമെന്നില്ല, ഒരേ ഫ്രാക്ഷൻ തന്നെ 3 വട്ടം വരികയാണെങ്കിൽ ഇൻറ്റു ചെയ്താൽ പോരെ? യെസ്. 3 × 1/4. 3 എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷൻ അല്ല അല്ലേ, ഒരു നമ്പറാണ്. പക്ഷേ 3നെ എനിക്ക് ഫ്രാക്ഷൻ ആക്കി എഴുതാമല്ലോ. 3/1 എന്ന് എനിക്ക് ഫ്രാക്ഷൻ ആക്കി എഴുതിക്കൂടെ? 3/1 എന്ന് പറയുന്നതും 3 എന്ന് പറയുന്നതും ഒന്ന് തന്നെയല്ലേ അല്ലേ? അപ്പോൾ ഏത് നമ്പറിൻ്റെ അടിയിൽ /1 എന്ന് ഇട്ടാലും അതേ നമ്പർ തന്നെ കിട്ടുക. ഇത് ഇൻറ്റു 1/4. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് വരും? 3 × 1 ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 3/4 × 1 ചെയ്യുക. 4 × 1 എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. ഓക്കെ. അപ്പം ഇതാണ് ഇത്രയും 3/4 കിലോമീറ്ററാണ് ആ ആമ, ആരോണിൻ്റെ ആമ സഞ്ചരിക്കാം. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കൂ. ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കൂ. വളരെ ശ്രദ്ധിച്ച് വായിക്കാം. ഓക്കെ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ 2 കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഓയിൽ ഈച്ച് ഫാമിലി ഗെറ്റ്സ് ഇൻ 1 വീക്ക്. ഒരു വീക്കിൽ എത്ര ഓയിൽ കിട്ടും ഒരു ഫാമിലിക്ക്? 4 ആഴ്ചയിൽ എത്ര ഓയിൽ ഒരു ഫാമിലിക്ക് കിട്ടുമെന്നാണ് ചോദ്യം. അപ്പോൾ മഞ്ജു ആൻഡ് 2 of her neighbors, മഞ്ജുവും 2 നെയ്ബേഴ്സും ഉണ്ട്. അവരെന്ത് ചെയ്തു? അവർ 3 പേരും കൂടിയിട്ട് 5 ലിറ്റർ ഓയിൽ എല്ലാ ആഴ്ചയും മേടിക്കും. 5 ലിറ്റർ ഓയിൽ മേടിച്ചിട്ട് അവരെന്ത് ചെയ്യും? അവർ ആ 3 ഫാമിലീസിനായിട്ട് ഷെയർ ചെയ്യും. 5 ലിറ്ററാണ് മൊത്തം മേടിക്കുന്നത്. ആ 5 ലിറ്റർ 3 ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യും. ഇനി ഹൗ മച്ച് ഓയിൽ ഡസ് ഈച്ച് ഫാമിലി ഗെറ്റ്സ് ഇൻ എ വീക്ക്?
അപ്പോൾ ഒരാഴ്ചയിൽ എത്ര ഓയിലാണ് ഒരു ഫാമിലിക്ക് കിട്ടുക? 5 ലിറ്ററാണ് മൊത്തം മേടിക്കേണ്ടത്. എത്ര പേർക്ക് വീതിച്ച് കൊടുക്കുന്നുണ്ട്? എത്ര പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്? 3 ഫാമിലീസിന് അല്ലേ? അപ്പോൾ ഡിവൈഡഡ് ബൈ 3. ഇത്ര ലിറ്റേഴ്സാണ് എന്ത് ചെയ്യുന്നത്? ഓരോ ഫാമിലിക്കും കിട്ടുന്നത് ഒരാഴ്ചയിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മച്ച് ഓയിൽ വിൽ 1 ഫാമിലി ഗെറ്റ് ഇൻ 4 വീക്സ്? അപ്പോൾ ഇത് ഒരാഴ്ചയുടെ കാര്യമാണ് പറഞ്ഞത്. 4 ആഴ്ച ഓരോ ഫാമിലിക്കും എത്ര ഓയിൽ കിട്ടും? അപ്പോൾ ഒരു ഫാമിലിക്ക് കിട്ടുന്നത് നമുക്കറിയാം 5/3 ലിറ്റേഴ്സാണ്. യെസ്, അപ്പോൾ 5/3 ലിറ്റേഴ്സാണ് ഒരു ഫാമിലിക്ക് കിട്ടുക. ഇത് ഒരാഴ്ചയിലത്തെ കേസ്. അപ്പോൾ 4 ആഴ്ച ആണെങ്കിലോ പിൻറ്റു 4 ചെയ്യാം അല്ലേ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 എങ്ങനെ എനിക്ക് ഫ്രാക്ഷൻ ആക്കി എഴുതാം? 4/1 എന്ന് ഞാൻ പറഞ്ഞ് എഴുതിക്കൂടെ? ഇനി ഇതിൻ്റെ ചെയ്യാൻ അറിയാലോ. എന്താ വരിക? 5 × 4 20/3 × 1 3. അപ്പോൾ 20/3 ലിറ്റേഴ്സാണ് എന്ത് വരിക? ഒരു ഫാമിലിക്ക് 4 ആഴ്ച കൂടുമ്പോൾ കിട്ടുക. ഈസി അല്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ? ഇതൊന്ന് നോട്ട് ഡൗൺ ചെയ്യാം. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. ശ്രദ്ധിച്ച് വായിക്കുക. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? സ്യുവാങ് എന്ന് പറഞ്ഞൊരു കുട്ടി പ്ലാന്റ്സ് 4 സാപ്ലിങ്സ്, 4 തൈകൾ ഒരേ റോല് നട്ടു. അവൻ്റെ ഗാർഡനിൽ 4 തൈകൾ ഒരേ റോല് അവൻ നട്ടു. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സാപ്ലിംഗ് ഈസ് 3/4 മീറ്റർ. അപ്പോൾ 2 തൈകൾ തമ്മിലുള്ള ദൂരം എത്രയാണ്? 3/4 മീറ്റേഴ്സാണ്. ഓക്കെ, 3/4 മീറ്റേഴ്സാണ് 2 തൈകൾ തമ്മിലുള്ള ദൂരം. കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് സാപ്ലിംഗ്. അപ്പോൾ ആദ്യത്തെ തൈയും ലാസ്റ്റത്തെ തൈയും തമ്മിലുള്ള ദൂരം എത്രയുണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആദ്യത്തെ തൈയും രണ്ടാമത്തെ തൈയും തമ്മിലുള്ള ദൂരം അതെങ്ങനെ കണ്ടുപിടിക്കും? ഓരോ തൈകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 3/4 ആണ് അല്ലേ? അപ്പോൾ ഞാൻ ഈ ഒരു ചിത്രം, ഈ 2 ചെടികൾ തമ്മിൽ എത്രയായിരിക്കും? 3/4 മീറ്ററാണ് ഉണ്ടാവുക. കറക്റ്റ്. ഈ ചെടികൾ തമ്മിൽ 3/4 മീറ്റർ, ഈ ഒരു ചെടി തമ്മിൽ 3/4 മീറ്റർ. ഇനി എനിക്ക് ആദ്യത്തേൻ്റെയും അവസാനത്തെ തൈൻ്റെ തമ്മിലുള്ള ദൂരമാണ് കിട്ടേണ്ടത്. അതായത് സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഇത്, എൻഡിങ് പൊസിഷൻ ഇത് അല്ലേ? ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പൊസിഷൻ, എൻഡിങ് പൊസിഷൻ. എത്ര 3/4 ഉണ്ട് സ്റ്റാർട്ടിങ്ങിൻ്റെയും എൻഡിങ്ങിൻ്റെ ഇടയിൽ? ഇവിടെ ഒരു 3/4, ഇവിടെ രണ്ടാമത്, ഇവിടെ മൂന്നാമത്, അങ്ങനെ 3 3/4 ഉണ്ട് അല്ലേ? അപ്പോൾ 3 3/4 ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3/4 എത്ര എണ്ണം ഉണ്ട്? ഇൻറ്റു 3. 3ന് എനിക്ക് എങ്ങനെ എഴുതാം? 3/1 എന്ന് എഴുതിക്കൂടെ? കറക്റ്റ്. സോ വാട്ട് വിൽ ബി ദ ആൻസർ? എങ്ങനെ വരും ആൻസർ? 3 × 3
ഈസ് 9. 4 into 1 will be 4. എന്ന് വെച്ചാൽ എത്രയാണ്? 9/4 മീറ്റർ. 9/4 മീറ്റർ എന്ന് പറയുന്നത് ഫ്രാക്ഷനായിട്ട് വരും. ഓക്കെ, ഇനി നമുക്കിതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി എഴുതാം. കാരണം ഇതൊരു പ്രോപ്പർ ഫ്രാക്ഷൻ അല്ല. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്ററിനേക്കാളും ചെറുതായിരിക്കണം മുകളിലത്തെ നമ്പർ. പ്രോപ്പർ ഫ്രാക്ഷൻ്റെ എക്സാമ്പിൾ 1/2 അല്ലേ? ഡിനോമിനേറ്ററിനേക്കാളും ചെറുതാണ് ന്യൂമറേറ്റർ. ഇതിനെയാണ് പ്രോപ്പർ ഫ്രാക്ഷൻ. പക്ഷെ ഇത് പ്രോപ്പർ ഫ്രാക്ഷൻ അല്ല. 4നേക്കാളും വലുതാണ് 9. ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. ഇംപ്രോപ്പർ ഫ്രാക്ഷനെ ഞാൻ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി എഴുതാൻ പോവുക. എങ്ങനെ എഴുതാം മിക്സ്ഡ് ഫ്രാക്ഷൻ? ഒന്നും ചെയ്യണ്ട, 9 ഇവിടെ എഴുതുക, എന്നിട്ട് 4 കൊണ്ട് 9നെ ഡിവൈഡ് ചെയ്യാം. അപ്പം എത്ര കിട്ടും? 4ൻ്റെ ടേബിളിൽ എപ്പോഴാണ് 9 വരുന്നത്? 9 വരുന്നില്ല. പക്ഷെ 9ന് തൊട്ട് മുമ്പുള്ള നമ്പർ 2. അപ്പോൾ 4 2s 8, 9 - 8 1. ഇതെങ്ങനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി എഴുതാം? ഇവിടെ കിട്ടിയിരിക്കുന്ന കോഷ്യൻ്റ്, റിമൈൻഡർ, ഡിവൈസർ, ഈ 3 കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ എഴുതാം. ഓക്കെ, മുകളിലുള്ള നമ്പർ അതാണ് നമ്മളിവിടെ വലുതാക്കി എഴുതേണ്ടത്. ഓക്കെ, ഇനി താഴെ റിമൈൻഡർ കിട്ടിയതാണ് നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതേണ്ടത്. ഇനി ബാക്കിയുള്ള അവസാനത്തെ ഈ 4 എന്ന് പറയുന്നത് നമ്മൾ എന്താക്കി എഴുതും? ഡിനോമിനേറ്ററിലായിട്ട് എഴുതും. ഇങ്ങനെയാണ് മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി എഴുതുക. അപ്പം മുകളിലത്തെ ആദ്യം, താഴത്തെ ന്യൂമറേറ്റർ, പിന്നെ ഇത് ഡിനോമിനേറ്റർ ആക്കി എഴുതും. ഇപ്പം 2 1/4 മീറ്റർ എന്നും എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, 2 1/4 മീറ്റർ ദൂരമുണ്ട്. എവിടം തൊട്ട്? ഒന്നാമത്തെ തൈ മുതൽ രണ്ടാമത്തെ തൈ വരെയുള്ള ദൂരമാണ് 2 1/4 മീറ്റർ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ്. ഇത് വേർഡ് പ്രോബ്ലം വെച്ചിട്ടുള്ള മൾട്ടിപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ വേർഡ് പ്രോബ്ലത്തിൽ നിന്ന് ഇങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സിംപ്ലിഫയിങ് ഫ്രാക്ഷൻസ്. ഫ്രാക്ഷൻസിനെ സിംപ്ലിഫൈ ചെയ്യാം, അതായത് സിമ്പിളാക്കി മാറ്റാം. ഏറ്റവും ചെറിയ ഫോമിലേക്ക് മാറ്റുന്നതിനെയാണ് ഫ്രാക്ഷൻസിനെ സിംപ്ലിഫൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ. ഒരു ഫ്രാക്ഷനെ അതിന് ന്യൂമറേറ്റർ ഉണ്ടാവും, ഡിനോമിനേറ്റർ ഉണ്ടാവും. അപ്പോൾ ആ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഒരു കോമൺ ഫാക്ടർ, ഒന്നല്ലാത്ത വേറൊരു കോമൺ ഫാക്ടർ അല്ലാത്ത രീതിയിൽ മാറ്റുന്നതിനെയാണ് ഫ്രാക്ഷൻസിനെ സിംപ്ലിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കുന്നത് 12 / 15. ഈ ഒരു ഫ്രാക്ഷനെ സിംപ്ലിഫൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതാക്കുക. ഈ ഒരു ഫ്രാക്ഷൻ്റെ ഏറ്റവും ചെറിയ രീതിയിൽ എഴുതുക എന്നതാണ് സിംപ്ലിഫൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 12/15, ഇവിടെ 12 എന്ന് പറയുന്ന നമ്പറും 15 എന്ന് പറയുന്ന നമ്പറും അല്ലേ, 12 എന്ന് പറയുന്ന നമ്പറും 15 എന്ന് പറയുന്ന നമ്പറും ഏതിൻ്റെ ടേബിളിലാണുള്ളത്? 2ൻ്റെ ടേബിളിലുണ്ടോ? 12 ഉണ്ട്, പക്ഷെ 15 ഇല്ല അല്ലേ. അപ്പോൾ ഏത് ടേബിളിലാണ് 12ഉം 15ഉം വരുന്നത്? ഏതിൻ്റെ ടേബിളിലാണ് 12ഉം 15ഉം വരുന്നത്? 3ൻ്റെ ടേബിളിൽ വരുന്നുണ്ട് ഇല്ലേ. 3ൻ്റെ ടേബിളിൽ 3 ഇൻറ്റു എത്രയാണ് 12? 3 ഇൻറ്റു 4. 15 എത്രയിലാണ്? 3 ഇൻറ്റു 5. ഓക്കെ, അപ്പം നമുക്ക് അങ്ങനെ വെച്ച് ചെയ്യാം. ഇപ്പോൾ 12 എത്രയിലാണ് 3ൻ്റെ ടേബിളിൽ പോകുന്നത്? 4-ൽ. 15ഓ? 5-ൽ. അപ്പം എന്ത് വന്നു? 4 / 5. അപ്പം ഇങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുക. 12/15നെ ഏറ്റവും ലോവസ്റ്റ് ഫോമിലുള്ള ഫ്രാക്ഷനാക്കി മാറ്റി 4/5.
ഇതിനെയാണ് സിംപ്ലിഫൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സിംപ്ലിഫയിങ് ഫ്രാക്ഷൻ്റെ ഒരു ഡെഫിനേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. സിംപ്ലിഫയിങ് എ ഫ്രാക്ഷൻ ടു ലോവസ്റ്റ് ഫോം മീൻസ് റീറൈറ്റിംഗ് ദ ഫ്രാക്ഷൻ സോ ദാറ്റ് ഇറ്റ്സ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഹാവ് നോ കോമൺ ഫാക്ടേഴ്സ് അതർ ദെൻ 1 അല്ലാത്ത വേറൊരു കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടറും ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഉണ്ടാവില്ല. അതിനെയാണ് ഒരു ഫ്രാക്ഷനെ സിംപ്ലിഫൈ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? യെസ്. ഈ ഒരു സിംപ്ലിഫിക്കേഷൻ മെത്തേഡ് ഫ്രാക്ഷൻസിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഇത് സാധാരണ എല്ലാവരും എങ്ങനെയാണ് ചെയ്യുക? ഫ്രാക്ഷൻസിന് ഇൻറ്റു ചെയ്യാൻ പറഞ്ഞാൽ 12 ഇൻറ്റു 5 ആദ്യം ചെയ്യും അല്ലേ? 12 ഇൻറ്റു 5 ചെയ്യും, എന്നിട്ട് 15 ഇൻറ്റു 6 ചെയ്യും. ശരിക്കും അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ഫ്രാക്ഷൻസിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ 6 എന്ന് പറയുന്നതും 12 ഇതൊരു കാര്യം ചെയ്യാം. ഞാനിതെല്ലാം കൂടി ഒരുമിച്ച് എഴുതാം. 12 ഇൻറ്റു 5 ന്യൂമറേറ്റർ മാത്രം മുകളിലത്തെ അതെഴുതി, താഴെ 15 ഇൻറ്റു 6. ഓക്കെ, ഇവിടെ നോക്കുക. ഇവിടെ 6 ഉണ്ട്, ഇവിടെ 12 ഉണ്ട്. ന്യൂമറേറ്ററിൽ 12, താഴെ 6. 6ഉം 12ഉം ഏതിൻ്റെ ടേബിളിലാണ് ഉണ്ടാവുക? 6ഉം 12ഉം 6ൻ്റെ ടേബിളിൽ തന്നെ ഉണ്ടല്ലേ. അപ്പോൾ 6 എന്ന് പറയുന്നത് എനിക്ക് എന്ത് ചെയ്യാം? 6നെ കട്ട് ചെയ്തിട്ട് 1 എന്നാക്കാം. 6 1 6 ആണ്. 12ന് പകരം എന്ത് എഴുതാം? 12നെ കട്ട് ചെയ്ത് 2 എന്ന് എഴുതാം. ഓക്കെ, കഴിഞ്ഞില്ല. ഇവിടെ 5 ഉണ്ട്, 15 ഉണ്ട്. 5ഉം 15ഉം ഏതിൻ്റെ ടേബിളിൽ ഉണ്ടാവുക? യെസ്, 5ൻ്റെ ടേബിളിൽ തന്നെ ഇല്ലേ 5ഉം 15ഉം. അപ്പോൾ 5 1ൽ പോകും, 15ഓ? 15 3ൽ പോകും. അപ്പോൾ ഇത്രയും നമ്മൾ ചെറുതാക്കി. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് മാറി. ഇവിടെ 2 ഇൻറ്റു 1 മുകളിൽ, താഴെ 3 ഇൻറ്റു 1. 2 ഇൻറ്റു 1 എന്ത് വരും? 2 എന്ന് വരും. ബൈ 3 ഇൻറ്റു 1 3. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സിംപ്ലിഫയിങ് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത്രയും വലിയ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാണ്ട് തന്നെ ചെയ്യണേക്കാൾ മുമ്പ് നമുക്ക് വളരെ ചെറുതായിട്ട് സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. നേരത്തെ ക്വസ്റ്റ്യൻ പോലെയുണ്ട്, പക്ഷേ അതല്ല, വേറെ ക്വസ്റ്റ്യനാണ്. ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചോ? മനസ്സിലായോ പറഞ്ഞത്? ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇഫ് ദ ടോർട്ടോയ്സ്, നമ്മൾ നേരത്തെ കണ്ട ടോർട്ടോയ്സ് വാക്സ് ഫാസ്റ്റർ, ഇപ്പോൾ വേഗത്തിൽ നടക്കുകയാണ്. ഇപ്പോൾ ആ ഒരു ടോർട്ടോയ്സിന് 2/5 കിലോമീറ്റർ നടക്കാൻ പറ്റും. 1 മണിക്കൂറിൽ 2/5 കിലോമീറ്റർ നടക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 3/4 ഹവേഴ്സിൽ എത്ര കിലോമീറ്റർ പോകും? 1 കിലോമീറ്ററിൽ എത്ര ദൂരം സഞ്ചരിക്കും ആ ടോർട്ടോയ്സ്? 2/5 കിലോമീറ്റർ അല്ലേ? 1 കിലോമീറ്റർ അല്ല, 1 മണിക്കൂറിൽ. 1 മണിക്കൂറിൽ 2/5 കിലോമീറ്റർ. അപ്പം അടുത്ത ചോദ്യം എന്താണ്? 3/4 ഓഫ് ആൻ ഹവർ. 1 മണിക്കൂറിൻ്റെ 3/4 മണിക്കൂറിൽ 3/4 മണിക്കൂറിനുള്ളിൽ എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. 1 മണിക്കൂറിൽ എത്രയാണ് സഞ്ചരിക്കുക? 2/5 കിലോമീറ്റർ ആണോ? യെസ്.
2/5 കിലോമീറ്റർ. ഇപ്പം എത്ര കിലോമീറ്ററാണ് സഞ്ചരിച്ചത്, അല്ല എത്ര ദൂരമാണ്, എത്ര സമയമെടുത്തിട്ട് നടന്നത്? 3/4 മണിക്കൂറിനുള്ളിൽ എത്ര ദൂരം സഞ്ചരിക്കും അല്ലേ? 1 മണിക്കൂറിൽ 2/5, ഇപ്പോൾ 3/4 ഹവേഴ്സിൽ എത്ര ദൂരം എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ 1 മണിക്കൂറിൽ 2/5 ആണെങ്കിൽ 3/4 ഹവേഴ്സിൽ എത്ര ദൂരം സഞ്ചരിക്കും? ഇപ്പോൾ 2/5 ഇൻറ്റു 3/4 ചെയ്യാം. 3/4 ഹവേഴ്സ് 2/5 കിലോമീറ്റർ. 1 മണിക്കൂറിൽ 2/5 കിലോമീറ്റർ എങ്കിൽ 3/4 ഹവേഴ്സിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കും? ഇങ്ങനെ ചെയ്താൽ മതി. 2/5 ഇൻറ്റു 3/4. ഇതൊരു വേർഡ് പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. വേർഡ് പ്രോബ്ലം ക്വസ്റ്റ്യനിൽ തന്നെ സിംപ്ലിഫിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ നോക്കുക, ഇവിടെ 2 എന്ന് പറയുന്ന നമ്പർ, ഇവിടെ 4 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്. ഇപ്പോൾ 2ഉം 4ഉം ഏതിൻ്റെ ടേബിളിലുണ്ട്? 2വിൻ്റെ ടേബിളിൽ. അപ്പോൾ 2 കട്ട് ചെയ്ത് 1 എന്ന് എഴുതാം. യെസ്. 4 കട്ട് ചെയ്ത് എന്ന് എഴുതാം, 2 എന്ന് എഴുതാം. ഇനി 5ഉം 3ഉം കട്ട് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇല്ല അല്ലേ? 3ഉം 5ഉം 3ൻ്റെ ടേബിളിലില്ല, 2വിൻ്റെ ടേബിളിലില്ല. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല 3ഉം 5നും. ഇനി നമുക്ക് ഫൈനൽ ആൻസർ എഴുതാം. 3 ഇൻറ്റു 1 എന്താ വരിക? 3 എന്ന് വരും. ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 2 എന്ത് വരും? 10 എന്ന് വരും. അപ്പോൾ 3/10 കിലോമീറ്റർ ആണ് ആ ഒരു ആമ സഞ്ചരിച്ചത്. ഓക്കെ, ഇതൊന്ന് വേണമെങ്കിൽ എഴുതിയെടുക്കാം. ക്വസ്റ്റ്യൻ ഇതൊന്ന് ശ്രദ്ധാപൂർവ്വം വായിക്കാം. ഈ ക്വസ്റ്റ്യൻ വായിച്ചോ. വിച്ച് ഈസ് ഹെവിയർ എന്നാണ് ക്വസ്റ്റ്യൻ. 12/15 ഓഫ് 500 grams ഓർ 3/20 ഓഫ് 4 kilogram. അപ്പോൾ ആദ്യം നമുക്ക് ഇത് എത്ര വെയിറ്റ് ഉണ്ടെന്ന് നോക്കാം. 12/15 ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു എന്നാണ് അർത്ഥം. ഓക്കെ, 12/15 ഓഫ് എത്രയാണ്? 500 ഗ്രാം. 500. ഓക്കെ, ഇനി നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? 12ഉം 15ഉം. 12, 15 ഏതിൻ്റെ ടേബിളിലാണ് 12ഉം 15ഉം വരിക? 2വിൻ്റെ ടേബിളിലില്ല. 3ൻ്റെ ടേബിളിലുണ്ടോ? 3 ഇൻറ്റു 4 12, 3 ഇൻറ്റു 5 15 അല്ലേ? അപ്പോൾ എനിക്ക് എന്ത് പറയാം? 12നെ കട്ട് ചെയ്ത് എന്ന് എഴുതാം. 3 4 12. അപ്പോൾ 4 എന്ന് ഇവിടെ എഴുതാം. 15 എത്രയിലാണ് പോവുക? 5ൽ. അപ്പോൾ ഇവിടെ 5 എന്ന് എഴുതാം. ഇവിടെ 500 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. ഇവിടെ 500നെ 500 ഡിവൈഡഡ് ബൈ 1 എന്നും എഴുതാം അല്ലേ? അപ്പോൾ 5 താഴെ, 500 മുകളിൽ. 500ഉം 5ഉം 5ൻ്റെ ടേബിളിൽ പോവില്ലേ? യെസ്. അപ്പോൾ 5 ഒരു 1 ടൈം പോവും. ഇവിടെ 5 1 ടൈം, പിന്നെ 0 0 അത് മുകളിൽ എഴുതാം. അപ്പോൾ താഴെ 1 ഇൻറ്റു 1 അതെന്താ വരിക? 1 തന്നെ വരും. മുകളിലോ 4 ഇൻറ്റു 100. 4 ഇൻറ്റു 100 എത്ര വരും? 400. 400 എന്താണ്? ഗ്രാം ആണത്. 400 ഗ്രാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതിൻ്റെ വെയിറ്റ് 3/20 ഓഫ് 4 kilogram. 3/20. നമുക്കിവിടെ കിട്ടിയ ആൻസർ എന്താണ്? ഗ്രാമിലാണ് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് കിലോഗ്രാമിലാണ്.
അപ്പോൾ 4 കിലോഗ്രാമിനെ ഗ്രാമിൽ എങ്ങനെ എഴുതാം? ഒരു കിലോഗ്രാമിനുള്ള യൂണിറ്റിനെ ഗ്രാമിൽ എങ്ങനെ എഴുതാം? കിലോഗ്രാമിനെ ഗ്രാമിലോട്ട് മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ കൂടെ ഇൻറ്റു 1000 ചെയ്താൽ പോരെ? കിലോഗ്രാമിനെ ഗ്രാമിലോട്ട് മാറ്റാൻ ഇൻറ്റു 1000 ചെയ്യാം. അപ്പോൾ 4 ഇൻറ്റു 1000 ചെയ്താൽ എന്ത് കിട്ടും? 4000 എന്ന് കിട്ടും. ഓക്കെ, 4000 ഗ്രാമാണ്. അപ്പോൾ നമുക്ക് ആൻസർ ഗ്രാമിൽ കിട്ടിയാലാണ് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? യെസ്. താഴെ ഒരു 0 ഉണ്ട്, മുകളിൽ ഒരു 0 ഉണ്ട്. കട്ട് ചെയ്ത് കളഞ്ഞൂടെ? ഓക്കെ. ഇനി 3ഉം 2ഉം ഇനി ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ 400 ഉണ്ട്, 2 ഉണ്ട്. 4 കണ്ട് പരിചയമുണ്ട്. 2ഉം 400ഉം ഇതിൻ്റെ ടേബിളിൽ പോകും. 2വിൻ്റെ ടേബിളിൽ പോവില്ലേ? 2 1s 2, 2 2s 4, പിന്നെ ബാക്കിയുള്ള 2 zeros മുകളിൽ എഴുതുക. അപ്പം എന്തായി? 200 ഇൻറ്റു 3 എന്നായി. എന്താ വരിക? 200 ഇൻറ്റു 3, 3 ഇൻറ്റു 0 0, 3 ഇൻറ്റു 0 0, 3 ഇൻറ്റു 2 6. അപ്പം എന്ത് വരും? 600 ഗ്രാം എന്ന് വരും. അപ്പം ഇതിലേതാണ് വലുത്? 400 ഗ്രാം ആണോ 600 ഗ്രാം ആണോ വലുത്? ഒബ്വിയസ്ലി എന്താണ്? 600 ഗ്രാം തന്നെയാണ് വലുത്. അപ്പോൾ 3/20 ഓഫ് 4 കിലോഗ്രാം ആണ് ഹെവിയർ അല്ലേ? ഏറ്റവും ഭാരം കൂടിയത്. ഇതൊന്ന് നോട്ട് ഡൗൺ ചെയ്തെടുക്കുക. എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കൂ. ശ്രദ്ധയോടെ സൂക്ഷിച്ച് വായിച്ച് നോക്കുക. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. 1 hour of internet time cost ₹8. How much will 1/4 hours of internet time cost? ഒരു മണിക്കൂറിൽ ഇൻ്റർനെറ്റിൻ്റെ ചിലവെന്ന് പറയുന്നത് എത്രയാണ്? 8 രൂപയാണ്. അപ്പോൾ 1/4 ഹവേഴ്സിൽ എത്ര രൂപയാവുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 1/4 എന്ന് പറയുന്നത് ഒരു മിക്സ്ഡ് ഫ്രാക്ഷനാണ് അല്ലേ? ആ ഒരു മിക്സ്ഡ് ഫ്രാക്ഷനെ പ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അത് കുറച്ചും കൂടി എളുപ്പമാകും ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനെ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. എങ്ങനെയാണ് 1/4 എന്ന് പറയുന്ന മിക്സ്ഡ് ഫ്രാക്ഷനെ പ്രോപ്പർ ആക്കി മാറ്റുക? ആദ്യം 4 ഇൻറ്റു 1 ചെയ്യാം. 4 ഇൻറ്റു 1 എന്താണ്? 4. അത് കഴിഞ്ഞാൽ 4 ഇൻറ്റു 1 ചെയ്താൽ പിന്നെ 4 + 1 ചെയ്യാം. 4 ഇൻറ്റു 1 4, 4 + 1 5 എന്ന് കിട്ടും. താഴെയുള്ളത് എന്താണ്? ഡിനോമിനേറ്റർ 4 ആണ്. ആ 4 അങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ 5/4 ഹവേഴ്സ് എന്ന് ആ മിക്സഡ് ഫ്രാക്ഷനെ മാറ്റി എഴുതി. അപ്പോൾ 5/4 ഹവേഴ്സ് എത്ര രൂപയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു മണിക്കൂറിൽ എത്ര രൂപയാണ്? 8 രൂപ. അപ്പോൾ അതേ ഇൻറ്റു എത്ര ഹവേഴ്സാണ്? 5/4 ഹവേഴ്സ് അല്ലേ? അപ്പോൾ 5/4 ഹവേഴ്സിൽ എത്ര രൂപയാവുമെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് ചെയ്താൽ പോരെ?
ഇവിടെ വെച്ച് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും ഇല്ലേ? 4ഉം 8ഉം ഏതിൻ്റെങ്കിലും ടേബിളിലുണ്ടോ? 8ഉം 4ഉം 2ൻ്റെ ടേബിളിലുണ്ട്. ഏറ്റവും വലുത് ഏതിൻ്റെ ടേബിളിലാണ്? 4ൻ്റെ ടേബിളിൽ. 4ൻ്റെ ടേബിളിൽ 4ഉം 8ഉം ഉണ്ട്. അപ്പോൾ 4 1s 4, 4 2s 8. ഇനി നമുക്ക് എന്ത് പറയാം? മുകളിൽ എന്താണുള്ളത്? 2ഉം 5ഉം. 2 × 5 എന്താ വരിക? 10 ഡിവൈഡഡ് ബൈ 1. 10 ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ 10 തന്നെയാണ് അല്ലേ? 10 ആണ്. അപ്പോൾ 10 രൂപയാണ് എന്ത് വരിക? 1/4 ഹവേഴ്സ് ഉപയോഗിച്ച ഇൻ്റർനെറ്റിൻ്റെ കോസ്റ്റ് വരിക. ഇത്രയാണ് സിംപ്ലിഫിക്കേഷൻ്റെ വേർഡ് പ്രോബ്ലം വെച്ചിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ കാണിച്ചത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കും ഡിവിഷൻ, എങ്ങനെ സിംപ്ലിഫിക്കേഷൻ്റെ ഡിവിഷൻ വെച്ച് ചെയ്യാമെന്ന് നമ്മൾ നോക്കും. അതുകൂടാതെ ബാക്കിയുള്ള കുറച്ച് ടോപ്പിക്സും കൂടി നമ്മൾ എടുക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.